ലക്ഷ്മണ, അങ്ങോട്ട് നോക്ക്. ആകാശത്ത് 2 രാക്ഷസന്മാർ വന്നു നിൽക്കുന്നത് കണ്ടോ? അതേ ജ്യേഷ്ഠ, വിശ്വാമിത്രൻ പറഞ്ഞ താടകിയുടെ പുത്രന്മാരായ മാരീചനും സുഭാഗവും ഇവരായിരിക്കാനാണ് സാധ്യത. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഇത്തിരി പോന്ന ബാലന്മാരെ, ഈ കിഴവ മുനിയുടെ പ്രേരണയാൽ ഞങ്ങളുടെ മാതാവിനെ കൊന്നത് നിങ്ങളല്ലേ? ഓഹോ, അപ്പോ നിങ്ങളാണോ താടകിയുടെ പുത്രന്മാർ? ഈ രാക്ഷസന്മാരെ, നിങ്ങളുടെ മാതാവ് സാധുജനങ്ങൾക്ക് ഉപദ്രവമായിരുന്നതിനാൽ ഞാനാണ് അവരെ വധിച്ചത്. നിങ്ങളും ഇവരെ ശല്യം ചെയ്താൽ നിങ്ങളെയും യമലോകത്തേക്ക് അയക്കുന്നതാണ്. മര്യാദയ്ക്ക് ഇവിടെ നിന്നും പൊയ്ക്കോളൂ. ഓടന്മാരെ, യമലോകത്തേക്ക് പോകുന്നത് ഞങ്ങളായിരിക്കില്ല, നിങ്ങളായിരിക്കും. ആദ്യം ഞങ്ങൾ ആ മുനിമാരുടെ യാഗം നശിപ്പിച്ചിട്ട് തിരികെ വന്ന് നിങ്ങളെ ഞങ്ങൾ കണ്ടോളാം. ജ്യേഷ്ഠ, അവർ യാഗത്തിന് ഭംഗം വരുത്താൻ ശ്രമിക്കുകയാണ്. ആദ്യം നമുക്കത് തടഞ്ഞേ മതിയാകൂ. യാഗത്തിനെ ഞങ്ങളിൽ നിന്ന് എങ്ങനെയാണോ നിങ്ങൾ രക്ഷിക്കാൻ പോകുന്നത്? എങ്ങനെയാണെന്നോ കണ്ടോളൂ. ഓ, അമ്പെയ്ത്ത് വിദ്യയോടൊപ്പം മായാജാലവും നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ? എടാ മനുഷ്യപ്പുഴുക്കളെ, ഇവിടെ നടക്കുന്ന ഈ യാഗം സംരക്ഷിക്കാൻ വന്ന നിങ്ങളെ പിടിച്ചുകെട്ടി ഞങ്ങളുടെ മാതാവിനെ വധിച്ചതിന് നിങ്ങളോട് പകരം ചോദിക്കും. അഹങ്കാരിയായ രാക്ഷസ, നശിക്കുന്നത് നീയാണോ ഞാനാണോ എന്ന് നമുക്ക് കാണാം.
ഒരുവനില്ലാതായിരിക്കുന്നു. വലിയ ശക്തിശാലിയായ സുഭാഗു ഈ മനുഷ്യന്റെ ഒറ്റൊരമ്പിൽ മരിച്ചു വീണോ? ഇനി ഞാനിവിടെ നിന്നാൽ എനിക്കും ആപത്താണ്. ജ്യേഷ്ഠ, മറ്റൊരുവൻ മായയായി മറഞ്ഞുവല്ലോ. കാലൻ അവന്റെ കയറ് ഇപ്പോഴും കയ്യിലെടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. മുനിശ്രേഷ്ഠന്മാരെ, ദൈവകൃപയാൽ നമ്മുടെ യാഗം നല്ല രീതിയിൽ അവസാനിച്ചിരിക്കുന്നു. രാമ, സ്വാമി, യാഗം നന്നായി തന്നെ നടന്നുവല്ലോ. കാകോദൻ കാവൽ നിൽക്കുന്ന സമയത്ത് കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാകുമോ? രാമ, നിങ്ങളുടെ സംരക്ഷണത്തിൽ നമ്മുടെ ഈ യാഗം വളരെ ഭംഗിയായി പര്യവസാനിച്ചിരിക്കുന്നു. സ്വാമി, അങ്ങ് പറഞ്ഞതുപോലെ താടകയുടെ പുത്രന്മാർ നമ്മെ വധിക്കുവാൻ വന്നിരുന്നു. അതെയോ? അതിലൊരുവൻ ജ്യേഷ്ഠന്റെ അമ്പേറ്റ് മരിച്ച് നിലം പതിച്ചു. മറ്റൊരുവൻ പലായനം ചെയ്തു. മുറിവേറ്റ് വീണ രാക്ഷസൻ അതാ അവിടെ കിടക്കുകയാണ്. രാമ, മരിച്ചു കിടക്കുന്ന അവൻ താടകയുടെ മൂത്തപുത്രൻ സുബാഹുവാണ്. രക്ഷപ്പെട്ട് ഓടിയവൻ ഇവന്റെ അനുജൻ മാരീജൻ. രാമ, അവനും ഒരു ദിവസം നിന്റെ അമ്പുകൊണ്ട് തന്നെയായിരിക്കും മരണമടയുന്നത്. മാമുനി വിശ്വാമിത്രന് പ്രണാമം. നീ ആരാണ് മകനെ? ഞാൻ മിഥില രാജാവ് ജനകൻ പറഞ്ഞയച്ച ദൂതനാണ്. എന്താണ് വിശേഷം? ഞങ്ങളുടെ രാജാവ് യാഗം നടത്തുന്നു. അതിന് അങ്ങേ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ ഉത്തരവിട്ടിരിക്കുന്നു. വന്നാലും എന്റെ സ്നേഹനിധിയായ അനുജ കൗശിക, നിനക്ക് എന്റെ ആശംസകൾ. അതിരിക്കട്ടെ, നിന്റെ കൂടെ വന്നിരിക്കുന്ന ഈ ബാലകന്മാർ? ഇവർ അയോധ്യയിലെ രാജകുമാരന്മാരാണ്. രാമൻ, അനുജൻ ലക്ഷ്മണൻ. ഇവർക്കും അവിടുന്ന് അനുഗ്രഹാശംസകൾ നൽകണം. സർവമംഗളങ്ങളും ഭവിക്കട്ടെ. കൗശിക, ലോക നന്മയ്ക്കു വേണ്ടി വ്രതമിരിക്കുന്നതിനു വേണ്ടിയും സേവ ചെയ്യുന്നതിനു വേണ്ടിയും സിദ്ധാശ്രമത്തിലേക്ക് പോയ നീ വളരെ കാലത്തിനു ശേഷം ഇപ്പോഴാ തിരികെ വരുന്നത്. ഇനിയങ്ങോട്ട് വഴക്കമനുസരിച്ച് ഇവിടെയല്ലേ നിൽക്കാൻ പോകുന്നത്? ഇല്ല, ഇപ്പോൾ ഞാൻ ഇവരോടൊപ്പം ജനകന്റെ മിഥിലാപുരിയിലേക്ക് യാത്ര പോവുകയാണ്. ജനകരാജന്റെ രാജ്യത്തേക്കോ? ആ, അതെ. ഹിമാലയ സാനുക്കളിലൂടെ ഒഴുകുന്ന ഗംഗാ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന മിഥിലാപുരിയിലേക്കുള്ള ഞങ്ങളുടെ യാത്ര വിജയകരമായി പൂർത്തീകരിക്കാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. കൗശികന്റെ പാദസ്പർശമേക്കുന്ന ഇടമെല്ലാം സന്തോഷം കൊണ്ട് നിറഞ്ഞാടും. നിങ്ങളുടെ യാത്ര തുടർന്നോളൂ, ഞാൻ പോയി വരാം.
സ്വാമി, നമ്മൾ സരയൂ പോലുള്ള എല്ലാ നദികളും കടന്നാണ് വന്നത്. അവിടെ ഒന്നും നടക്കാത്ത പുതുമയോടെ ഇവിടെ വന്നതും ഒരമ്മ പ്രത്യക്ഷപ്പെട്ട് അങ്ങയോടൊപ്പം ഞങ്ങളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. അതുമാത്രമല്ല, ലോകം തന്നെ വാഴ്ത്തുന്ന അങ്ങയെ വളരെ സ്നേഹത്തോടെ, അതേസമയം വാ പോയെന്ന് അവകാശത്തോടെ യാത്ര അയച്ചല്ലോ. സ്വാമി, ഏതാണ് ഈ നദി? ആരായിരുന്നു ആ അമ്മ? രാമ, ഈ നദിയുടെ പേര് ഗോമതി എന്നാണ്. ഇപ്പോൾ ഒരു ദേവതാരൂപത്തിൽ ഇവിടെ വന്നിട്ട് പോയില്ലേ? അവർ വേറെ ആരുമല്ല, എൻ്റെ കൂടപ്പിറപ്പായ ജ്യേഷ്ഠത്തി, പേര് കൗശിക. അവർക്ക് സത്യവതി എന്ന് മറ്റൊരു നാമം കൂടിയുണ്ട്. ആര്? അവർ അങ്ങയുടെ ഉടപ്പിറന്ന ജ്യേഷ്ഠത്തിയോ? അതെ. സ്വാമി, അങ്ങയെ സേവിക്കാനായി വന്ന ഞങ്ങൾക്ക് അങ്ങ് പല വിദ്യകളും നൽകി സഹായിച്ചു. അതുപോലെ അങ്ങയുടെ ചരിത്രവും പറഞ്ഞു തരാൻ കനിവുണ്ടാവണമെന്ന് അപേക്ഷിക്കുകയാണ്. പറഞ്ഞുതരാം രാമ. കാരണമില്ലാതെ ഒരു ജീവനും ഭൂമിയിൽ പിറക്കില്ലെന്ന് പറയാറുണ്ട്. അതുപോലെ ക്ഷത്രിയനായി പിറന്ന് രാജഭരണം നടത്തിയ ഞാൻ ബ്രഹ്മർഷി എന്ന നാമം കൈവരിച്ചതിന് എന്റെ ജനനം തന്നെ ഒരു കാരണമായിരുന്നു. അതെന്ത് കാരണമാണ് സ്വാമി? ഞങ്ങളുടെ പൂർവികരിൽ ഒരാളായ കുശൻ ബ്രഹ്മദേവന്റെ മാനസപുത്രരിൽ ഒരാളാണ്. അദ്ദേഹത്തിന്റെ 4 പുത്രന്മാരിൽ ഒരാളായ കുശനാവൻ എന്നയാൾ തനിക്ക് ജനിച്ച 100 പെൺകുഞ്ഞുങ്ങളെയും ബ്രഹ്മദത്തൻ എന്ന ഒരാൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. പിന്നീട് കുശനാവർ വിവാഹം കഴിച്ച് പിന്നീട് അദ്ദേഹത്തിന് ഖാദി എന്നൊരു പുത്രനുണ്ടായി. അവനെ രാജാവാക്കി. ആ ഖാദിക്ക് കൗശിക എന്ന് നാമകരണം ചെയ്ത എന്റെ ജ്യേഷ്ഠത്തെയും കൗശികൻ എന്ന് നാമകരണം ചെയ്ത ഞാനും ജനിച്ചു. ഞാൻ രാജാവായി. ഞാൻ വസിഷ്ഠ മഹർഷിയെപ്പോലെ തപോബലം പ്രാപ്തമാക്കണമെന്ന് അതിയായി ആഗ്രഹിച്ച് തപസ് ചെയ്ത് പിന്നീട് ബ്രഹ്മർഷിയായി മാറുകയും ചെയ്തു. ഇതെല്ലാം ചിന്തിച്ചു നോക്കുമ്പോൾ ഞാൻ ബ്രഹ്മകുലത്തിൽ പിറന്നതും ഒരു പ്രധാനപ്പെട്ട കാരണം കൊണ്ടാണെന്ന് പറയാമല്ലോ. സത്യമാണ് സ്വാമി. അങ്ങാണ് വംശപ്രകാരം ബ്രഹ്മർഷിയായത്. അങ്ങയുടെ ജ്യേഷ്ഠത്തി എന്തിനു നദിയായി? നല്ല ചോദ്യം രാമ. എന്റെ ജ്യേഷ്ഠത്തിയെ രുചികർ എന്നയാൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ഇരുവരും നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. പിന്നീട് ബ്രഹ്മജ്ഞാനിയായ രുചികർ സത്യലോകം ചൊല്ലുന്ന സമയത്ത് എന്റെ ജ്യേഷ്ഠത്തി തന്റെ സ്ഥാനം എവിടെയായിരിക്കുമെന്ന് പതിയോട് ചോദിച്ചു. നീ ചെയ്ത പുണ്യത്തിന്റെ ഫലമായി നിനക്ക് സ്വർഗത്തിലും സ്ഥാനം കിട്ടാം, അല്ലെങ്കിൽ ഈ ഭൂമിയിലെ ജനങ്ങളെയും സേവിച്ചുകൊണ്ട് സഹജീവിയായി ഈ ഭൂമിയിൽ തന്നെ കഴിയുകയുമാവാം. നിനക്കേതാണോ ഇഷ്ടം അത് തിരഞ്ഞെടുത്തുകൊള്ളാൻ അദ്ദേഹം ജ്യേഷ്ഠത്തിയോട് പറഞ്ഞു. അങ്ങയുടെ ജ്യേഷ്ഠത്തി ഏതാണ് തിരഞ്ഞെടുത്തത്? ലക്ഷ്മണ, ജ്യേഷ്ഠത്തി സ്വർഗത്തിൽ ചെന്ന് കുറെ കാലം കഴിഞ്ഞു. അവിടെ കഴിയുന്നത് തനിക്ക് മാത്രമേ സുഖമായി ഭവിക്കൂ. പുണ്യവരം തീർന്നാൽ വീണ്ടും ഭൂമിയിൽ തന്നെ പിറക്കേണ്ടി വരും. അതിലും നല്ലത് ഭൂമിയിൽ തന്നെ കഴിഞ്ഞുകൊണ്ട് തന്റെ ജീവിതത്തെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ജീവിക്കാമെന്ന തോന്നൽ ജ്യേഷ്ഠത്തിയുടെ മനസ്സിൽ പിന്നീട് തോന്നി. ആയതിനാൽ ജ്യേഷ്ഠത്തി ഭൂമിയിലേക്ക് വന്ന് തന്റെ തപശക്തി കൊണ്ട് ഗോമതി എന്ന പേരിൽ നദിയായി നിരവധി ജീവനുകൾക്ക് സഹായമായി. സരയൂ നദിയോട് ചേർന്ന് ഗംഗയിൽ സംഗമിച്ച് പവിത്രമായ ദൈവീക തേജസ്സോടെ വാഴുകയാണ് എന്റെ ജ്യേഷ്ഠത്തി. സ്വാമി, അങ്ങൊരു പുണ്യപുരുഷനാണ്. അങ്ങയുടെ ജ്യേഷ്ഠത്തി ഒരു പുണ്യനദിയാണെന്ന് ഓർക്കുമ്പോൾ അങ്ങയ്ക്ക് സേവ ചെയ്യാൻ ഞങ്ങൾക്ക് ലഭിച്ച ഈ അവസരത്തെ മഹാഭാഗ്യമായിട്ടാണ് കരുതുന്നത്. രാമ, നിങ്ങളുടെ ഉപകാരം ലളിതമായി ഞാൻ കരുതിയിട്ടില്ല. ദൈവത്തിന്റെ നാമത്തിൽ ഞങ്ങൾ മനുഷ്യകുലത്തിന് സേവനങ്ങൾ ചെയ്യുകയാണ്. അതിനാൽ ദൈവം ഇങ്ങനെ മനുഷ്യരൂപത്തിൽ വന്ന് ഞങ്ങളെ സഹായിക്കാൻ ഒരിക്കലും മറക്കില്ലെന്ന് ഞങ്ങൾക്കുറപ്പുണ്ട്. രാമ, നമ്മൾക്ക് ബഹുദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. വന്നാലും
രാമ, ഇതുവരെ നമ്മൾ സരയു, സോന, ഗോമതി എന്നീ നദികളെയാണ് കടന്നു വന്നത്. ഇനി നമ്മൾ ഗംഗ എന്ന വലിയ നദി കടക്കേണ്ടതുണ്ട്. മറ്റൊരു നദിക്കുമില്ലാത്ത വിശിഷ്ട സ്വഭാവം ആ ഗംഗാനദിക്ക് മാത്രമാണുള്ളത്. സ്വാമി, മറ്റ് നദികൾക്കൊന്നുമില്ലാത്ത മഹത്വം ഗംഗാനദിക്ക് മാത്രം എങ്ങനെയാണുണ്ടായത്? പറയാം, വന്നാലും. രാമ, ആ ഗംഗയൊരു ദൈവീക നദിയാണ്. അത് മനുഷ്യരുടെ പാപങ്ങളെ അകറ്റി അവരെ പവിത്രമാക്കാറുണ്ട്. അതുകൊണ്ടാണ് ഭൂമിയിൽ മനുഷ്യരായി ജനിച്ച എല്ലാവരും ആ ഗംഗാമാതാവിൻ്റെ തൃപ്പാദങ്ങൾ അന്വേഷിച്ച് പ്രണമിക്കുന്നത്. സ്വാമി, ആ ഗംഗാനദി എവിടെ നിന്നാണ് വന്നത്? ഗംഗയുള്ള സ്ഥലത്ത് ബലവും ദൈവീകതയും പെരുകുമെന്നറിഞ്ഞ ദേവന്മാർ അവളുടെ പിതാവായ ഹിമവാനോട് അപേക്ഷിച്ച് ഗംഗയെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സ്വർഗത്തിലേക്ക് ചെന്ന ഗംഗ ആകാശഗംഗയായി ത്രിലോകങ്ങളിലൂടെയും പാഞ്ഞ് ആകർഷണമുളവാക്കി. മാമുനിവര്യ, സ്വർഗത്തിലേക്ക് പോയ ഗംഗ പിന്നീട് ഭൂമിയിലേക്ക് വന്നതിന്റെ ചരിത്രം എന്താണ്? അവൾ ഭൂലോകത്തിലേക്ക് വന്നതിന് നിങ്ങളുടെ ഇക്ഷാകു വംശത്തിൽപ്പെട്ട ഭഗീരഥനാണ് കാരണക്കാരൻ. എന്ത്? ഞങ്ങളുടെ പൂർവികനായ ഭഗീരഥനോ? അതെ, നിങ്ങളുടെ പൂർവികനായ ഭഗീരഥൻ തൻ്റെ പൂർവികരുടെ ശാപവിമോചനത്തിനു വേണ്ടിയും അദ്ദേഹത്തിൻ്റെ വംശാഭിവൃദ്ധിക്കും ഗംഗയെ ധ്യാനിച്ച് കടുത്ത തപസ് ചെയ്തു. ആകാശഗംഗയായിരുന്നവളെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. ആ ഗംഗ പ്രളയരൂപത്തിൽ വന്നുകഴിഞ്ഞാൽ ഭൂമി നശിച്ചു പോകുമോ എന്ന് കരുതി ശിവഭഗവാൻ ഗംഗയെ തൻ്റെ തലയിൽ താങ്ങി നിർത്തി. പിന്നീട് ഭൂമിയിലേക്ക് അയച്ചു. ലോകം രക്ഷപ്പെടുകയും ചെയ്തു. ഭഗീരഥന്റെ ആ കഠിന ശ്രമത്തെ ഭഗീരഥ പ്രയത്നമെന്നാണ് പറയാറുള്ളത്. ആ പവിത്രമായ നദിയെ മറികടന്നാണ് നമ്മളിപ്പോൾ മിഥിലയിലേക്ക് ചെല്ലാൻ പോകുന്നത്.